തൃശൂർ വേദിയായ സ്കൂൾ കലോത്സവത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിന് ഗ്രീൻ വോളണ്ടിയർമാരുടെ സേവനം ശ്രദ്ധേയമാകുന്നു. ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 750 കുട്ടികളാണ് വേദിയും പരിസരവും വൃത്തിയാക്കുന്നതിൽ മുന്നിൽ പ്രവർത്തിക്കുന്നത്. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ പൊടിപൊടിക്കുമ്പോൾ രണ്ടാം ദിവസം വേറിട്ട ഒരു കാഴ്ചയാണ് നന്ദ്യാർവട്ടം എന്ന് പേരിട്ടിരിക്കുന്ന ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂളിലെ ഗ്രീൻ വോളണ്ടിയർമാർ. ഗ്രീൻ പ്രോട്ടോകോൾ സിസ്റ്റർ, എങ്ങനെയാണ് ഇവരുടെ സേവന പ്രവർത്തനങ്ങൾ? ഇവർ ഈ +2 വിദ്യാർത്ഥികളാണ്. ഇവർ നല്ല രീതിയിൽ തന്നെ ഈ പ്രോട്ടോകോൾ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. മക്കളെ, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ? ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ വന്നിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞങ്ങളവിടെ സ്ഥിരം ആ ഭാഗം ശ്രദ്ധിക്കുക. എന്നിട്ട് വല്ല പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വല്ല മാലിന്യം നിലത്തുണ്ടെങ്കിൽ അതെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിടുക. പിന്നെ സ്ഥലം വൃത്തിയാക്കുക. പിന്നെ ഇങ്ങനത്തെ വല്ല കോർപ്പറേഷൻ്റെ വല്ല വണ്ടികൾ വേസ്റ്റ് കൊണ്ടാണ് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ആ വേസ്റ്റ് അവർക്ക് കൊടുക്കുക, അങ്ങനെ റീസൈക്കിൾ ചെയ്യുക, അങ്ങനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. വേസ്റ്റ് മാനേജ് എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. AGHS എരുമപ്പെട്ടി സ്കൂളിൽ നിന്നാണ്. ഞങ്ങൾ ശരിക്കും 40 പേരുണ്ട്. ഞങ്ങൾക്കിവിടെ 8 പേരാണ് ഇവിടെ തന്നിരിക്കുന്നത് 14ാം സ്റ്റേജിൽ. നമുക്കിവിടെ മെയിനായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റും പിന്നെ വേസ്റ്റ് പ്ലാസ്റ്റിക് അതൊക്കെ നിരോധിക്കണ ടൈപ്പാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഗ്രീൻ വോളണ്ടിയർ. ടീച്ചറാണല്ലോ. ടീച്ചറെ, സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. കാരണം ഈ പരിസ്ഥിതി മലിനീകരണമൊക്കെ നമുക്ക് പ്രശ്നമാകുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ ഗ്രീൻ വോളണ്ടിയർമാരെ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് സർക്കാർ ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ PBSൻ്റെ നേതൃത്വത്തിലുള്ള ടീച്ചേഴ്സിനോട് ഗ്രീൻ പ്രോട്ടോകോൾ എന്നുള്ള ഒരു വിഭാഗത്തിൽ നമ്മുടെ സ്കൂളിലേക്ക് അലൗട്ട് ചെയ്തിട്ടുള്ളത് 8 കുട്ടികളാണ്. ഈ 8 കുട്ടികളാണ്. ഇവർ നല്ല കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് പരിസ്ഥിതി കണ്ടാൽ തന്നെ അറിയാം, അധികം വേസ്റ്റുകളൊന്നും ഇല്ല. കോർപ്പറേഷനായാലും സഹകരിക്കുന്നുണ്ട്. അവർ രാവിലെയും രാത്രിയും വന്നിട്ട് നമ്മുടെ എല്ലാ വേസ്റ്റുകളും കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അവരും ചെറിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളെല്ലാവരും കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പാലിക്കുന്നുണ്ട്. 750 കുട്ടികളാണ് നമുക്ക് NSSൽ പ്രവർത്തിക്കുന്ന 750 കുട്ടികളെയാണ് നമ്മൾ ഈ ഒരു യൂണിഫോമോട് കൂടി സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എല്ലാ സ്റ്റേജിലേക്കും നമ്മൾ കുട്ടികളെ അലോട്ട് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ ടീച്ചേഴ്സും ഉണ്ട്. നമുക്ക് 4 5 ടീച്ചേഴ്സ് ഇവരുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു സംഘടന മനോഭാവം അല്ലെങ്കിൽ അവനൊരു നേതൃത്വ പാഠവും കുട്ടികളിൽ ഉണ്ടാവാവുന്ന പോലെ, പ്രകൃതിയോട് ഇണങ്ങുന്ന പോലെ കുറെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. ഈ 5 ദിവസങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വേദികളിലും 750 പരം ചുണക്കുട്ടന്മാർ വിവിധ സേവന പ്രവർത്തനങ്ങളിൽ, അങ്ങനെ സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം. ഈ വേദിക്ക് ചുറ്റും ഇവർ പരിസരം ശുചിയാക്കി മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് തൃശ്ശൂരിൽ 64ാം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഈ ഗ്രീൻ വോളണ്ടിയർമാർ കാഴ്ചവെക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, തൃശ്ശൂർ.